റൈറ്റ്, ഓക്കെ. ആൾക്കാർ വരുന്നതാണല്ലേ, കുറച്ച് ഒരു 2-3 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡ്യുവാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും കുറച്ച് കൂടിയുള്ള കാര്യങ്ങളും ഞാൻ ഒരു ലെക്ചർ നോട്ടാക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതും. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഒരു ആബ്സെന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർത്ത് ഒന്നും കൂടെ നമുക്ക് റിവ്യൂ ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളും കുറച്ച് സമ്മറൈസിങ്ങും എല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുകയും ചെയ്യാം. അപ്പൊ നമുക്ക് 10:10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ ഒന്ന് എടുത്ത് തുറന്നു നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു പിന്നെ തുടങ്ങാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സിൽ ഏതെങ്കിലും സ്കൂളിൽ തലത്തിലും ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ എഫക്റ്റീവ്നെസ് ഞാൻ പൊതുവെ നോക്കുമ്പോൾ മിനിമലാണ്. ഇത് വർക്ക് ചെയ്യുന്ന ഏക സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ ഇത് പഠിക്കുന്നവർ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധ വിട്ടുപോകും, എന്നിട്ട് ചിലപ്പോൾ വേറെ കാര്യത്തിന് പോകും, കാരണം നമ്മളെ ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഫോഴ്സ് ടു നമ്മൾ വേറെ പല കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു പോകും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക, പഠിക്കുന്ന ഒരു എൻവയൺമെന്റ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു സ്ഥലത്ത് അതിനു വേണ്ടി മാറ്റിവെച്ച് ഇരിക്കുക, കട്ടിലിൽ കിടന്ന്. ഇപ്പൊ പനിയുള്ളവരുണ്ടാവും, എക്സെപ്ഷൻസ് ആർ ദർ, എന്നാലും റെഗുലർലി ആരോഗ്യമുള്ള എല്ലാവരും ഇരുന്ന് തന്നെ ഒരു പോസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു ഇന്റന്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളെല്ലാവരും പഠിക്കുന്നത് എൻഷുർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. ക്ലാസ്സിൽ പക്ഷെ നമുക്ക് നേരിട്ട് കാണാം, അപ്പൊ അത് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്. പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യാൻ ചിലപ്പോൾ ഫോഴ്സ്ഡ് ആയി മാറും എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ അതിനുള്ള യാതൊരു ഫെസിലിറ്റിയും നമുക്ക് വേണേൽ ചെയ്യാം, പക്ഷെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ഒക്കെ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് റിലേറ്റീവ്ലി ക്ലാസ്സിന്റെ അത്രയും ട്രിഗർ ഒരുപക്ഷെ ഇതിനകത്ത് കാണില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസും പഠിക്കാനുള്ള ഹെൽപ്പും എല്ലാം നമ്മുടെ ഫാക്കൽറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് ഓൺലൈൻ ക്ലാസ് ബുദ്ധിമുട്ടായിട്ട് കാണുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ ഇതുവരെ
അപ്പൊ നമ്മുടെ സീരീസ് അടുത്ത ആഴ്ച 14-ാം തീയതിയാണെന്ന് തോന്നുന്നു അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഈ പ്രോബ്ലംസ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ അല്ലാത്ത സെഷൻസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കാര്യവും ചെയ്യാം. പേഴ്സണലി എന്നെ നിങ്ങൾ വിളിച്ചാൽ മതി. ആർക്കെങ്കിലും ഹെൽപ്പ് വേണം, ഇന്ന പ്രോബ്ലം ഗ്രാഫിക്കൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ സിംപ്ലക്സ് ടേബിളിൽ ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് ഓൺലൈനായിട്ട് 1-to-1 അല്ലെങ്കിൽ ഒരു 3-4 പേരൊക്കെ കൂടിയിരുന്ന് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സീരീസിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് സീരീസിന്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിന് മെയിൻലി 4 പ്രോബ്ലംസ് ആണുള്ളത്. അതിലൊന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, 2 സിംപ്ലക്സ് സാധാ സിംപ്ലക്സ് മാക്സിമൈസേഷൻ പ്രോബ്ലം, പിന്നെ സിംപ്ലക്സ് മിനിമൈസേഷൻ പ്രോബ്ലത്തിനകത്ത് ബിഗം മെത്തേഡ്, 4ാമത്തെ മെത്തേഡ് 2-phase മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ 4 മെയിൻ പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് മൊഡ്യൂളിന്റെ ടോപ്പിക്സ് ആയിട്ട് ഉണ്ടാവുക. സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് തിയറി പാർട്ട് എന്ന് നമുക്ക് വേണേൽ പറയാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഇൻഫീസിബിൾ സൊല്യൂഷൻസ്, അതിൻ്റെയൊക്കെ ബേസിക്കലി പ്രോബ്ലംസ് നമ്മൾ തൽക്കാലം അതിൻ്റെ ബേസിസിൽ ചോദിക്കേണ്ട എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫാക്കൽറ്റി തമ്മിൽ എടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ പാർട്ടിൽ നിന്നുണ്ടാവുക. പിന്നെ ഉള്ളൊരു പ്രോബ്ലമാണ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ പ്രോബ്ലം, അത് ഡ്യുവാലിറ്റി. അപ്പൊ അതിന്റെ സംബന്ധിച്ച് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഡ്യുവൽ ഫോർമുലേറ്റ് ചെയ്തിട്ട് സിംപ്ലക്സിൽ സോൾവ് ചെയ്യാം. അപ്പൊ സിംപ്ലക്സിന്റെ സൊല്യൂഷൻ ഓൾറെഡി പഠിച്ചു. അപ്പൊ ആകെ ആ സൊല്യൂഷൻ മെത്തേഡിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഫൈനലി അതിന്റെ ഡ്യുവലിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ഡ്യുവൽ ഫോർമുലേറ്റ് ചെയ്ത് സിംപ്ലക്സിൽ സോൾവ് ചെയ്തിട്ട് പ്രൈമലിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും പുതുതായിട്ട് പഠിക്കാനില്ല. ആകെ ഡ്യുവൽ ഫോർമുലേറ്റ് ചെയ്യാൻ പഠിക്കണം, ഡ്യുവൽ എന്താന്ന് പഠിക്കണം, ഫോർമുലേറ്റ് ചെയ്യാൻ പഠിക്കണം, എന്നിട്ട് സിംപ്ലക്സിൽ സോൾവ് ചെയ്തിട്ട് പ്രൈമലിന്റെ സൊല്യൂഷൻ എങ്ങനെ റീഡ് ചെയ്യുന്നെന്ന് പഠിക്കണം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു തിയറി പാർട്ട്, മറ്റേ 4 ഡിഫറെന്റ് സ്പെഷ്യൽ കേസസിന്റെ തിയറി പാർട്ട്, പിന്നെ ഡ്യുവലിന്റെ ഫോർമുലേഷൻസ്, അതിന്റെ സിംപ്ലക്സ്, പിന്നെ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, അത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നാണ്. അപ്പൊ അതും ബേസിക്കലി സിലബസിൽ പറഞ്ഞിരിക്കുന്നത് യൂസിങ് കമ്പ്യൂട്ടേഷണൽ ടൂൾസ് എന്നാണ്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഷാഡോ സെൻസിറ്റിവിറ്റി അനാലിസിസ് ചെയ്യുന്ന പാർട്ടിന്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അത് സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക്സിൽ. മെയിൻലി സിംപ്ലക്സ് പഠിച്ചാൽ തന്നെ മുക്കാലും പ്രശ്നങ്ങൾ നിങ്ങളുടെ പരിഹാരമാവും. പിന്നെ അതിന്റെ മൈനർ വേരിയേഷൻസേ ഫസ്റ്റ് 2 മൊഡ്യൂൾസിലുള്ളൂ. അപ്പൊ സിംപ്ലക്സ് നന്നായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും ഈ സിംപ്ലക്സ് ടേബിളിന്റെ സ്റ്റെപ്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സെഷൻസ് വല്ലതും വേണമെങ്കിൽ വയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് ഇന്നത്തെ ലെക്ചറിലേക്ക് കിടക്കാൻ ഞാനിതൊന്ന് വിൻഡോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒറ്റ സെക്കൻഡ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണോ? ആരെങ്കിലും ഒന്ന് ചെയ്യാൻ? Yeah, sure. Right. ഞാൻ ഷെയർ ചെയ്ത PDF നിങ്ങൾക്ക് കാണാൻ പറ്റിയോ അതിനകത്ത് ഗ്രൂപ്പില്? സർ എപ്പോ അയച്ച PDF? ഞാനിപ്പോ കിട്ടിയില്ല. ഇല്ല സർ. സെൻഡിങ് ഇപ്പൊ ഒന്ന് നോക്കോ. സെൻഡിങ് ഇപ്പൊ അവസാനിച്ചായിട്ടാണ്. ഇല്ല, വന്നില്ലല്ലേ? ഒരു സെക്കൻഡ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാനൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. റെനീഷ് കേൾക്കുന്നുണ്ടെങ്കിൽ റെനീഷ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ?
താങ്ക് യു. ഓപ്പറേഷൻസ് റിസർച്ച്. ഇപ്പം സെൻഡ് ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞോളൂ. ഇന്നലെ ക്ലാസ്സിൽ കയറിയ ആൾക്കാർക്ക് അത് ഓൾറെഡി അതിന്റെ ഇനീഷ്യൽ പാർട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വാക്ക് ത്രൂ ദ ഹോൾ തിങ്, എന്നിട്ട് നമുക്കൊന്ന് 2 പ്രോബ്ലം സമയത്തിനനുസരിച്ച് ചെയ്യാം. അത് മറ്റേ എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ ലെക്ചർ ആക്കുന്നത് നിങ്ങളുടെ അഡ്വൈസർ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ 5th അവർ വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയോന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ വരണമെങ്കിൽ 5th അവർ വരാം. ക്ലാസ് റെപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടൈം ടേബിൾ അനുസരിച്ച് ഒന്ന് വിളിച്ചാൽ മതി. കിട്ടിയായിരുന്നോ ടൈം ടേബിള്? അതിനകത്തുണ്ടോ എന്റെ അവർ ഉണ്ടോ ഇന്ന് വേറെ? ഉണ്ട്. അപ്പം 5th അവർ ആണെങ്കിൽ ഞാൻ 5th അവർ വരാം. ഓക്കെ, റൈറ്റ്. ഇപ്പൊ സ്ക്രീൻ വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ യെസ്, അപ്പോ നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഇത് വായിച്ചാൽ ഓക്കെ ആയിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രോബ്ലത്തിലൂടെ തന്നെ പറയാം. ഫണ്ടമെന്റലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് കണ്ട് പരിചയമുണ്ട്. അപ്പൊ ഇതാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹീര ആൻഡ് ഗുപ്ത എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് സോൾവ് ചെയ്ത വർക്ക് ഡോട്ട് പ്രോബ്ലം ആണ്. ആർക്കെങ്കിലും ഫർദർ നോക്കണമെങ്കിൽ അതിനകത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലത്തില് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് രണ്ടാമതൊരു പ്രോബ്ലം ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഒറിജിനൽ പ്രോബ്ലത്തിനെയാണ് നമ്മൾ പ്രൈമൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമുക്ക് എഴുതുന്നതിനെയാണ് ഡ്യുവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് എഴുതിയതിന്റെ സൊല്യൂഷനും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ്, ഇപ്പൊ ഇതൊരു പ്രൈമൽ പ്രോബ്ലം ആണ്. നമ്മുടെ സാധാരണ ഇതുവരെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇതിനകത്തുനിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത മറ്റൊരു പ്രോബ്ലം ആണ് ഈ പറയുന്ന ഡ്യുവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മാത്തമാറ്റിക്കലി ഇത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടും. അതായത് ഇതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x1ന്റെയും x2ന്റെയും വാല്യൂ സച്ച് ദാറ്റ് ഇസഡിന്റെ വാല്യൂ മാക്സിമം ആവുന്ന വാല്യൂ ആണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ ഇതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി എന്നാണ് അർത്ഥം. എന്തിനാണ് ഈ ഡ്യുവൽ? അപ്പൊ ചില സമയത്ത് പ്രൈമൽ പ്രോബ്ലം ഡിഫിക്കൽട്ട് ആയിരിക്കും സോൾവ് ചെയ്യാൻ. സിംപ്ലക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് പ്രൈമൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഡ്യുവൽ സോൾവ് ചെയ്യാം. ഡ്യുവൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രൈമലിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. പ്രൈമലിന്റെ x1 x2 കിട്ടും. അതെങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് സിംപ്ലക്സ് സോൾവ് ചെയ്യുമ്പോൾ ടേബിളിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇതല്ലാതെയും വേറെയും ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല. ആകെ മനസ്സിലാക്കേണ്ടത് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു പ്രോബ്ലം കൺസ്ട്രക്ട് ചെയ്യാൻ ഇത് തമ്മിൽ റിലേറ്റഡ് ആണ്. ഇതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഡ്യുവലിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. നേരെ തിരിച്ച് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമലിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷനും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഡ്യുവൽ കൺസ്ട്രക്ട്, പ്രൈമൽ എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നിന്ന് ഡ്യുവൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് പ്രൈമലില് 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഇത് ഫസ്റ്റ് കൺസ്ട്രെയിന്റ്, ഇത് സെക്കൻഡ് കൺസ്ട്രെയിന്റ്, ഇത് തേർഡ് കൺസ്ട്രെയിന്റ്. പ്രൈമലില് 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. പ്രൈമലില് എത്ര വേരിയബിൾസ് ഉണ്ട്? പ്രൈമലില് 2 വേരിയബിൾസ് ഉണ്ട്. 2 വേരിയബിൾ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ x1, രണ്ടാമത്തെ വേരിയബിൾ x2. അപ്പോ ഡ്യുവൽ വരുന്ന സമയത്ത് ഇത് നേരെ തിരിയും. ഫോർ എക്സാമ്പിൾ, പ്രൈമലില് 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഡ്യുവലില് 2 കൺസ്ട്രെയിൻസ് ഉണ്ട്, 1, 2. ഓക്കെ,
അതേപോലെ പ്രൈമലില് 3 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഡ്യുവലില് 3 വേരിയബിൾസ് ഉണ്ട്. 1, 2, 3. സോറി, പ്രൈമലില് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. അല്ലെ ആരും സ്പോട്ട് ചെയ്തില്ല തോന്നുന്നു, ഞാനും വിട്ടുപോയി. പ്രൈമലില് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്. 4ാമത്തെ കൺസ്ട്രെയിന്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ പ്രൈമലില് 4 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഡ്യുവലില് 4 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ കളർ കോഡ് ചെയ്ത് എഴുതാം. 1, 2, 3, 4. അപ്പൊ ബേസിക്കലി നമുക്ക് നോക്കിക്കാണുകയാണെങ്കിൽ പ്രൈമലിന്റെ ഒരു ട്രാൻസ്പോസ് ആണ് ഡ്യുവൽ എന്ന് പറയുന്നത്. ഒരു നമ്പറിന്റെ സ്ട്രക്ചറിൽ പ്രൈമലിന്റെ ട്രാൻസ്പോസ് ആണ് ഡ്യുവൽ എന്ന് പറയുന്നത്. ഇവിടെ 4 കൺസ്ട്രെയിന്റ്, ഇവിടെ 4 വേരിയബിൾ, ഇവിടെ 2 വേരിയബിൾ, ഇവിടെ 2 കൺസ്ട്രെയിന്റ്. ഇനി ഇതെങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, മാക്സിമൈസേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഡ്യുവലില് മിനിമൈസേഷനായി മാറും. അതാണ് ഫസ്റ്റ് റൂൾ. ഇത് പ്രൈമറി മാക്സിമൈസേഷൻ ആണെങ്കിൽ ഇക്വലന്റ് ഡ്യുവൽ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആണ്. അപ്പൊ മാക്സ് ഇവിടെ കണ്ടാൽ നമ്മൾ എന്ത് എഴുതും? ഡ്യുവൽ മിൻ എന്ന് എഴുതും. മാക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് അല്ലെങ്കിൽ വേരിയബിൾസിന്റെ പേര് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ആണ്, ഇതിന് എക്സ് ആണ്. ഡ്യുവൽ യൂസ് ചെയ്യുന്ന ടേംസ് വൈയു ആണ്, പിന്നെ എടുക്കാത്ത അവസാനത്തുള്ള ആൽഫബറ്റ്സിലത് 4ാമത്തെ പിന്നെ ഡബ്ല്യു ആണുള്ളത്, ഡബ്ല്യു. അപ്പൊ ഇവിടെ ഇസഡിന് വരെ ഇവിടെ ഡബ്ല്യു എഴുതി, എക്സിന് വരെ ഇവിടെ വൈ ഇട്ടു. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ മാക്സ് ഇസഡ്, മിനിമം ഡബ്ല്യു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്കിവിടെ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 1, 2, 3, 4 എന്നുള്ള ഞാൻ y1, y2, y3, y4 എന്ന് തന്നെ ഇവിടെ സൈഡിൽ ചുമ്മാ എഴുതി വെക്കാം. ഇത് എഴുതണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് മനസ്സിലാൻ വേണ്ടി എഴുതാം. ഓരോ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വേരിയബിൾ y1, y2, y3, y4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ ട്രാൻസ്പോസിന്റെ കാര്യം പറഞ്ഞല്ലോ. ട്രാൻസ്പോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസ് അതിനെ നമ്മൾ കോസ്റ്റ് എന്നാണ് ജനറലി നമ്മൾ വിളിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു അവസരം കൂടെ തരാം. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് വേണം. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ 2 കൺസ്ട്രെയിന്റ് ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് ഈ കോളോ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ y1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളോ ആണ് ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ആയിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ ബേസിക്കലി ഒരു ട്രാൻസ്പോസ്, ഇവിടുത്തെ ഇത് സാധനം ഇവിടുന്ന് ഇങ്ങനെയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് കിട്ടാൻ 2y1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 3y2 സെക്കൻഡ് 3y2 ഇവിടുത്തെ ഈ സാധനം പ്ലസ് 5y3. ഇനി നമ്മുടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രൈമറിൽ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം. അവിടുത്തെ എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഡിഫോൾട്ട്. അങ്ങനെ അല്ലാതെയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് വേണം നമ്മളിത് സോൾവ് ചെയ്യാൻ. അല്ലാതെയും നമുക്ക് ചെയ്യാം, പക്ഷെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അപ്പം 2y1 പ്ലസ് 3y2 പ്ലസ് 5y3 അത്രയും കിട്ടി. ഇപ്പൊ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു നേരെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടുന്ന് കോസ്റ്റ് ചെയ്യുന്ന ഈ സാധനം ഇവിടെ വന്നു 3. 2y1 പ്ലസ് 3y2 പ്ലസ് y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഒരു കോളത്തിൽ നിന്ന് നമുക്ക് ഐറ്റം കിട്ടും. അതാണ് ഈ ലൈൻ. അടുത്ത ലൈനും അതേപോലെ നമുക്ക് സിമ്പിൾ ആണ്. സെക്കൻഡ് കോളം നമ്മൾ ഇവിടെ എടുത്താൽ മതി. സെക്കൻഡ് കോളം ഇവിടെ നാലാമത്തെ കൺസ്ട്രെയിനിൽ ഇവിടുത്തെ കോഷ്യന്റ് 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ y4 ഇല്ലാത്തത്. 0 y4 എന്നാണ്. വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത്തെ നമ്മൾ എങ്ങനെ എഴുതും? സെയിം വേ. 6y1 പ്ലസ് 2y2 പ്ലസ് 2y2 മൈനസ് 3y3 മൈനസ് ഇവിടെ നടുക്കുള്ള മൈനസ് 3y3 പ്ലസ് ഇവിടെ 1 ആണ് പ്ലസ് y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഈ 5 ഇത്രയേ ഉള്ളൂ. ഇനി y1 y2 y3 y4 ഞാൻ ഇവിടെ എഴുതിയതിൽ തെറ്റുണ്ട്. ഞാൻ ഫൈനലി ഇത് കറക്റ്റ് വെർഷൻ അവസാനം ഞാൻ അയക്കാം. തൽക്കാലം ഇത് കറക്റ്റ് ചെയ്തതാണ്. y1 y2 y3 ആൻഡ് y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് ഡ്യുവൽ പ്രോബ്ലം. അപ്പൊ പ്രൈമലായി നമ്മുടെ ഡ്യുവലായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന്റെ സിമ്പിൾ ഒരു എക്സാമ്പിൾ. ഞാൻ ഇന്നലെ ഒരു ഹോംവർക്ക് തന്നു. നിങ്ങളെല്ലാം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഹോംവർക്ക് പ്രോബ്ലം ആയിരിക്കും ഇന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞു ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. മനസ്സിലായെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്കും തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഞാൻ വിട്ടുപോയ എന്തെങ്കിലും സാധനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കാൻ അല്ലാതെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോണും വിളിച്ച് ചോദിക്കാം. നമുക്കിതൊന്ന് ഫോർമലൈസ് ചെയ്യാം. ഫോർമലൈസ് ചെയ്ത ശേഷം ഞാൻ എന്താണ് ഈ പ്രൈമൽ ഡ്യുവൽ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം കൂടി ഞാൻ സമ്മറൈസ് ചെയ്യും. ഇതാണ് എൻ്റെ ഉദ്ദേശം അടുത്ത പ്രോബ്ലത്തിന് മുമ്പ്. അതായത് പ്രൈമലും ഡ്യുവലും വരുന്ന കേസിൽ പ്രൈമലിന്റെയും ഡ്യുവലിന്റെയും റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഫോർമലൈസ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു ചോദ്യം ഇടും, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമൽ ആൻഡ് ഡ്യുവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം ടേബിളൊക്കെ വരച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോർമലൈസേഷനിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂളിൽ ഫൈനലി പല ഫോർമലൈസ്ഡ് ഫോംസ് ഉണ്ട്. ഒന്ന് ഒരു മെട്രിക്സ് ഫോമാണ് LPP സ്പെസിഫൈ ചെയ്യാൻ. രണ്ടെന്ന് പറയുന്നത് നമ്മൾ കാനോണിക്കൽ ഫോം എന്ന് വിളിക്കുന്ന ഒരു ഫോം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം ഞാൻ അവസാനം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയി മാറി. ഇനി വേണമെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്ന ശേഷം അതെല്ലാം നമുക്ക് പറയാം. ഓക്കെ, എന്നിരുന്നാലും തൽക്കാലത്തേക്ക് ഇത് പറയുന്നതിന്റെ ആവശ്യമായിട്ട് ഞാൻ മെട്രിക്സ് എങ്ങനെയാണ്, നിങ്ങൾക്ക് മെട്രിക്സ് വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സാധനം ഈ പെട്ടിക്കകത്തിരിക്കുന്ന റീഡ് ചെയ്ത് കഴിഞ്ഞാൽ LPP ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നവരുണ്ടാവും. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾക്ക് പല എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസും നമ്മൾ ഈ പറയുന്ന പോലെ സ്കെയിലർ ഫോമിലാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് വെക്ടർ ഫോമിലോ മെട്രിക്സ് ഫോമാറ്റിലോ ആണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിച്ചപ്പോൾ ഫസ്റ്റ് മോഡിയുള്ള പ്രോബ്ലംസ് നമുക്ക് മെട്രിക്സ് ഫോമിലായിരുന്നു ചെയ്തിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആ ഒരു ഫോമാറ്റിൽ മതി എന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളും പരിചയപ്പെടണമല്ലോ. അതുകൊണ്ടാണ് ആ ഫോമിൽ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. കാരണം കമ്പ്യൂട്ടേഷൻ ഈസ് വെരി എഫിഷ്യൻറ്റ്. നമുക്ക് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോം ഉപയോഗിക്കുന്നത്. സ്കെയിലർ ആണെങ്കിൽ 1 to 1 1 to 1 1 to 1 നമ്മൾ കോഡ് ചെയ്യണം. മെട്രിക്സ് ആണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് ഫുൾ ഫോമുലേറ്റഡ് ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഈസി കാര്യം. ഓക്കെ, അപ്പൊ അതിലേക്കാണ് ഞാൻ പറയാൻ വരുന്നത്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ്, ബട്ട് യുനോ എല്ലാ എഞ്ചിനീയറിംഗിനകത്ത് എവിടെയും നമുക്ക് ഈ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മാത്സിലും ഈ സിലബസിൽ ഇത് ഇടുന്നതിന് ഒരു മെയിൻ കാരണവും ഇത് തന്നെയാണ്. കാരണം എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു മാത്ത് ടൂളാണ് ഈ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഈ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം ബേസിക്കലി ഈ കോസ്റ്റിന്റെ കോഎഫിഷ്യൻസ് ആണ് 3ഉം 5ഉം. അപ്പോൾ ആ 3ഉം 5ഉം എന്ന് പറയുന്നത് നമ്മൾ ഒരു വെക്ടർ ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. തൽക്കാലം ഞാൻ വെക്ടർ എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് വരുന്നത്. അത് എത്ര എലമെന്റ്സ് വേണമെങ്കിലും ആവാം. നമ്മൾ സാധാരണ വെക്ടർ എന്ന് പറയുമ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 3Dയിലാണ് പറയുന്നത്. 3 കമ്പോണൻസ് ഉള്ളതാണ്
വെക്ടറിന്റെ ജനറൽ മാത്തമാറ്റിക്കൽ ഡെഫിനേഷനിൽ ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു 3. എത്ര ഡയമെൻഷൻസ് വേണമെങ്കിലും ആവാം. നമുക്ക് ഫിസിക്കലി സ്പേസ് ഡയമെൻഷൻസ് 3 കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 3 എന്ന് പൊതുവെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വെക്ടർ എന്ന് പറയുന്നത് 3ഉം 5ഉം എന്ന് പറഞ്ഞ 2 നമ്പറാണ് കോസ്റ്റ് വെക്ടർ. അത് നമ്മൾ എഴുതുന്ന എപ്പോഴും ബൈ ഡിഫോൾട്ട് ഒരു വെക്ടർ എന്ന് പറയുന്ന ഒരു കോളം വെക്ടർ ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അങ്ങനെയാണ് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 3, 5 എന്ന് നമ്മൾ ഒരു വെക്ടർ സ്പെസിഫൈ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് എ കോളം വെക്ടർ. കോളത്തിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടണമെന്ന് വിചാരിക്കുക 3x1 + 5x2. 3x1 + 5x2 നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളം വെക്ടറിനെ ആദ്യം ട്രാൻസ്പോസ് ചെയ്യും. ട്രാൻസ്പോസ് ചെയ്ത് റോ വെക്ടർ ആക്കും. 3, 5 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റോ ആക്കും. എന്നിട്ട് x1 x2 എന്ന് പറയുന്നത് നമ്മൾ x എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിട്ട് നമ്മൾ വിളിക്കും. x1 x2 അതും ബൈ ഡിഫോൾട്ട് ഒരു കോളം വെക്ടർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 3, 5 മൾട്ടിപ്ലൈഡ് ബൈ x1 x2. ബേസിക്കലി ഇതൊരു മെട്രിക്സ് ആണ്, ഇതും ഒരു മെട്രിക്സ് ആണ്. വെക്ടർ ആണെങ്കിലും ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് എ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡോട്ട് ആണ്. ഡോട്ട് ഓപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം റിവ്യൂ ആണ്, മിക്കവാറും ആൾക്കാർക്ക് അറിയേണ്ടതാണ്. അപ്പൊ ഇത് ഡോട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് 3 × x1 + 5 × x2 എന്നാണ്. ഞാൻ അത് ഇവിടെ എഴുതുകയും ചെയ്യാം. 3 × x1 + 5 × x2 എന്നാണ് ഈ ഓപ്പറേഷൻ. 3 × x1 + 5 × x2. എല്ലാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസും ഡോട്ട് ഓപ്പറേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇത് ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എവിടെ എഴുതിയിട്ടുണ്ട് അതിലേക്ക് വരാം. അത് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് റോ ഡോട്ട് x1 ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഇത് ഡോട്ട് ഇത് ചെയ്യും. മൂന്നാമത്തെ ഇത് ഡോട്ട് ഇത് ചെയ്യും. നാലാമത്തെ ഇത് ഡോട്ട് ഇത് ചെയ്യും. അങ്ങനെയാണ് എല്ലാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അതിന്റെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഇതിന്റെ നൊട്ടേഷൻ. അതിനെ അപ്പൊ നമ്മുടെ കോസ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് 3, 5 ആണ്. എക്സ് എന്ന് പറയുന്ന x1 x2 എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനെ നമുക്ക് നൊട്ടേഷനിൽ നമ്മൾ എങ്ങനെ എഴുതാം, മാക്സ് z = c ട്രാൻസ്പോസ്. കാരണം ഇതിനെ ട്രാൻസ്പോസ് ചെയ്യണം, അത് മൾട്ടിപ്ലൈ ചെയ്യാൻ c ട്രാൻസ്പോസ് x. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സിലെല്ലാം റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ആയിരിക്കും കാണുന്നത്, c ട്രാൻസ്പോസ് x. ഞാനിത് പഠിക്കുന്ന സമയത്ത് ഫോർമലൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടു കേട്ടത്. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഇത്ര ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസിലും നമ്മൾ പഠിക്കാറില്ല. അപ്പൊ നമുക്കിത് വായിക്കാൻ പാടായിരിക്കും. ഇത് കണ്ടാൽ ഞെട്ടേണ്ട ഒരു കാര്യമില്ല. സംഭവം വെരി സിമ്പിൾ ആണ്. ഇറ്റ്സ് ജസ്റ്റ് c ട്രാൻസ്പോസ് x. അതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഫസ്റ്റ് ലൈൻ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തത് സബ്ജക്റ്റ്. ഇത്രയും കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിന്റെ കോഷ്യൻസിനെ എല്ലാം മെട്രിക്സ് ഫോമിൽ പറക്കി എഴുതി. കോഷ്യൻസിന്റെ മെട്രിക്സ് ഫോമിൽ പറഞ്ഞാൽ ആദ്യത്തെ റോ എന്താണ് 2, 6. ആ 2, 6 ഇവിടെ എഴുതി. 3, 2, 5 - 3 ഇത് 0 ആണ് കേട്ടോ. ഇവിടുത്തെ കോഷ്യൻ 0, ഇവിടെ 1, 0, 1. ഇത് 4 ഇവിടെ എഴുതി, മെട്രിക്സ് ആയിട്ട് എഴുതി. പിന്നെ മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് x1 x2. അപ്പോൾ x1 x2ലാണ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഓരോ റോയും. x1 x2 നമ്മൾ കോളം വെക്ടർ ആയിട്ട് ഇവിടെ എഴുതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് 2 × x1 + 6 × x2 <= 50. ഇങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്. 2 × x1 + 6 × x2 <= 50. അടുത്ത റോ എങ്ങനെ റീഡ് ചെയ്യുന്നത് 3 × x1 + 2 × x2 <= 35. 3 × x1 + 2 × x2 <= 35. അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ 4 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഈ കോഷ്യൻ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഡിസിഷൻ വേരിയബിളിന്റെ വെക്ടർ ആണ്, എക്സ് വെക്ടർ. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ജനറലി നമ്മൾ ബി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് എ, ഇത് എക്സ്, ഇത് ബി. ഇവിടെ ഇക്വാളിറ്റി അല്ല, <= അപ്പൊ നമ്മൾ ഇത് ഫോർമലൈസ് ചെയ്യാൻ സിംപ്ലി നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി, ax is less than or equal to b എന്ന് എഴുതിയാൽ അത് ax is less than or equal to b. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നോ? സുഹൈൽ എന്തെങ്കിലും പറയണോ? ഹലോ, സുഹൈൽ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാനില്ലെങ്കിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ a × x = b എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ സംഭവം. ഇനി അപ്പം കൺസ്ട്രെയിൻസ് ഇങ്ങനെ എഴുതി. അപ്പൊ മാത്തമാറ്റിക്കലി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ മെട്രിക്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യും. x1 x2 നമ്മൾ സാധനം ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡ് വെക്ടർ ആയിട്ട് ചെയ്യും, കോസ്റ്റ് വെക്ടർ ആയിട്ട് ചെയ്യും. x1 x2 ഈ പറയുന്ന ഇതാണ് കണ്ടുപിടിക്കേണ്ട ഡിസിഷൻ വേരിയബിൾ. ഇതെല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്താൽ
ജസ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്താൽ മതി, വെരി ഈസി എന്നുള്ളതാണ് നമ്മൾ ഈ ഫോർമുലേഷൻസ് ചെയ്യാനുള്ള കാരണം. ഇനി അടുത്തത് എന്താണ്? ഫൈനൽ നോൺ നെഗറ്റിവിറ്റി കൺസേൺ x1 x2 ഗ്രേറ്റർ ആണ് ഒരിക്കലുള്ളൂ. ബേസിക്കലി നമ്മൾ എഴുതും xi ഈ കേസിൽ i ഈക്വൽ ടു 1,2 xi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ പ്രൈമലിന്റെ എന്താണ് മെട്രിക്സ് ഫോം, പ്രൈമലിന്റെ മെട്രിക്സ് ഫോം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഒരു ഫീഡ്ബാക്ക് തന്നാൽ കൊള്ളാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം കേട്ടോ, ഇന്ററപ്റ്റ് ചെയ്ത് ചോദിച്ചോളൂ, നോ പ്രോബ്ലംസ്. അപ്പോൾ സെയിം വേ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഡ്യുവലിന്റെ സെയിം സാധനം എഴുതാൻ പോവാണ്. അപ്പൊ നമുക്ക് ആകെ നമ്മുടെ പ്രോബ്ലത്തിലുള്ളത് എന്തൊക്കെയാണ്? കോസ്റ്റ് വെക്ടർ സി, കോളം വെക്ടർ ആണ് ഡിഫോൾട്ട്, അത് മറന്നു വരുത്. ബി എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡ്. എ എന്ന് പറയുന്നത് നമ്മുടെ കോഷ്യൻ മെട്രിക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ x1 x2. ഡ്യുവൽ വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ സാധനം വരുന്ന എന്താണ്, ഒന്ന് y ഒന്ന് w. ഓക്കെ, ഡബ്ല്യൂന് ഒരു സ്കെയിലർ ആണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും എഴുതുന്നില്ല. ഓക്കെ, ഇസഡ് സ്കെയിലർ ആണ്, ഡബ്ല്യു സ്കെയിലർ ആണ്. പക്ഷെ ഒറ്റ നമ്പർ മാത്രമുള്ളതിനെയാണ് സ്കെയിലർ എന്ന് വിളിക്കുന്നത്. സ്കെയിലർ എന്ന് വിളിക്കാനുള്ള കാരണങ്ങളുണ്ട്. തൽക്കാലം നമ്മുടെ ഈ കോണ്ടെക്സ്റ്റ് വെക്ടറിന്റെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നത്. ഓക്കെ, സോ എക്സ് വൈ ഇതാണ് നമുക്ക് പുതുതായിട്ട് നേരത്തെ ഇല്ലാത്തത് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഡ്യുവലിന്റെ പ്രോബ്ലം ദാ ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ച് എന്താക്കുന്നത്, നമ്മുടെ ഫോർമുലൈസ് ചെയ്യുന്നത്. ഫോർമുലൈസ് ചെയ്യാൻ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം, മിനിമൈസ് ഡബ്ല്യു. അപ്പൊ മിനിമൈസ് ഡബ്ല്യു അതിനകത്ത് മാറ്റമൊന്നുമില്ല, ഈക്വൽ ടു 50y1 + 35y2 + 10y3 + 20y4. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എടുക്കുക. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 50y1 + 35y2 + 10y3 + 20y4. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് ഇങ്ങനെയല്ല നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ഫോർമുലേസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോസ് ചെയ്യണം. 50, 35, 10, 20 എന്ന് നമ്മൾ ട്രാൻസ്പോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ y1, y2, y3, y4. നേരത്തെ ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കോളം. അപ്പൊ എന്തായി എന്ന് പറയുന്നത് നമ്മുടെ ഇത് ബി ആണ്. അപ്പൊ ബി ട്രാൻസ്പോസ് വൈ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുന്നത്. ഇനി രണ്ടാമത് നമ്മുടെ എന്താണ്, 2, 3, 5 എന്ന് പറയുന്ന ഒരു സാധനം, 6, 2, - 3 എന്താണ് 1, 2, 3, 5 0യും 6, 2, - 3 4 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എയുടെ ട്രാൻസ്പോസ് ആണ്. 2, 3, 5 0യും 6, 2, - 3 1. അത് മൾട്ടിപ്ലൈ ബൈ നമ്മൾ എന്താ ചെയ്യുന്നത്, അതും നമ്മൾ y വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ കോഷ്യൻസ് എല്ലാം ഡിസ്റ്റന്റ് വേരിയബിൾസ് എല്ലാം y ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ് എ ട്രാൻസ്പോസ് y is greater than or equal to c ഞാൻ പറഞ്ഞില്ല. റൈറ്റ് സൈഡ് എന്താണ്, 3ഉം 5ഉം. 3ഉം 5 എന്ന് പറഞ്ഞാൽ എന്താണ്, c ആണ്. 3ഉം 5ഉം c. അപ്പൊ സബ്ജക്ട് എ ട്രാൻസ്പോസ് y greater than or equal to c. y1, y2, y3, y4 greater than or equal to 0. So yi greater than or equal to 0. I എന്ന് പറയുന്നത് 1, 2, 3, 4. 1, 2, 4. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്യുവലിന്റെ ഫോർമുലിസം. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് സൈഡ് ബൈ സൈഡ് ആയിട്ട്, ഈ ഡ്യുവലിനകത്ത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു ഫീഡ്ബാക്ക് വന്നോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ രണ്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഈ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രൈമൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ പ്രൈമൽ എന്ന് പറയുന്നത് C ട്രാൻസ്പോസ് X ആയിരിക്കും, ഡ്യുവൽ എന്ന് പറയുമ്പോൾ B ട്രാൻസ്പോസ് Y ആയിരിക്കും. അപ്പൊ ബേസിക്കലി ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, ഇവിടുത്തെ കോസ്റ്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡായി മാറുന്നത്. അതാണ് പ്രൈമലും ഡ്യുവലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇത് ഇങ്ങനെ ഫസ്റ്റ് പ്രൈമലിന്റെ RHS എന്ന് പറയുന്നത് ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരും. പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്യുവലിന്റെ RHS ആയി മാറും. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ റിലേഷൻഷിപ്പ് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത് കേട്ടോ. പ്രൈമലിന്റെ കോഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് A ആണെങ്കിൽ ഡ്യുവലിന്റെ A ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ ഒരുവിധപ്പെട്ട മിനിമം സ്ഥാനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. ഓക്കെ, ഇനി ഞാനിത് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്ലൈഡിനകത്ത് ഞാൻ സമ്മറൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ കുറച്ച് കാര്യങ്ങളുടെ ഇതിന്റെ റിലേഷൻഷിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാണ്. ഈ ലിസ്റ്റിൽ ഇനി കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്.
അത് എന്ന് പറയുന്നത് ഈക്വാളിറ്റി കൺസ്ട്രെയിന്റ് അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞ 1-2 സാധനമുണ്ട്. അത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ആഡ് ചെയ്യാം. കോംപ്ലക്സിറ്റി ഞാൻ തീരെ ഒരുപാട് കൂട്ടുന്നില്ല, ഇത്രയും മതി. ഓക്കെ, സോ നമ്മൾ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമൽ ആൻഡ് ഡ്യുവൽ? പ്രൈമൽ എന്ന് പറയുന്നത് ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആണ്. ഈ ഒരു കേസിനാണ് ഈ റിലേഷൻഷിപ്പ് നമ്മൾ എഴുതുന്നത്. തിരിച്ച് ഇത് മിനിമം ഇത് മാക്സും ആണെങ്കിൽ നേരെ ഇത് തിരിഞ്ഞു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സാധനം നമ്മൾ പറഞ്ഞാൽ മതി, പ്രൈമൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്, ഡ്യുവൽ ദെൻ ഓട്ടോമാറ്റിക്കലി മിനിമൈസേഷൻ പ്രോബ്ലം. സോ പ്രൈമൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ആദ്യം പ്രൈമലിന്റെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതി പ്രൈമലിന് 4 കൺസ്ട്രെയിൻസ് ഉണ്ട്, 1, 2, 3, 4. അതെന്ന് പറയുന്നത് ഡ്യുവലിന്റെ എന്തായി മാറും? ഡ്യുവലിന്റെ 1, 2, 3, 4 4 വേരിയബിളായി മാറും. അപ്പോൾ കൺസ്ട്രെയിൻസ്, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് ആയി മാറി. നേരെ തിരിച്ച് പ്രൈമലിന്റെ നമ്പർ ഓഫ് വേരിയബിൾസ്. പ്രൈമലിന്റെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്ര ഉണ്ട്? 1, 2. പ്രൈമലിന്റെ നമ്പർ ഓഫ് വേരിയബിൾസിൽ ഡ്യുവലിന്റെ എന്തായി മാറി? 1, 2 2 കൺസ്ട്രെയിൻസ്. പ്രൈമൽ നമ്പർ ഓഫ് വേരിയബിൾസ്, ഡ്യുവലിന്റെ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ഇനി പ്രൈമലിന്റെ RHS. പ്രൈമലിന്റെ RHS എവിടെ? പ്രൈമലിന്റെ RHS നമുക്ക് വേറെ കളറൊന്നും ഇല്ലേ? പച്ച. ഓക്കെ, പ്രൈമലിന്റെ RHS എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഡ്യുവലിന്റെ എന്താണ്? അതെന്ന് പറയുന്നത് ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ആ 50, 35, 10, 20 എന്ന് പറയുന്നത് ഡ്യുവലിൽ എവിടെ കിടക്കും? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിടക്കും. പ്രൈമലിന്റെ RHS എന്ന് പറയുന്ന ഡ്യുവലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൂടെ. ഇനി പ്രൈമലിന്റെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൈമലിന്റെ കോഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 2, 6, 3, 2, 5, -3, 0, 1 എന്ന് പറയുന്നത് പ്രൈമലിന്റെ കോഷ്യന്റ് മെട്രിക്സ് A ആണെങ്കിൽ ഡ്യുവലിന്റെ A ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ഇനി പ്രൈമലിന്റെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ് ആണെന്ന് വിചാരിക്കാം. പ്രൈമലിന്റെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ്, ഇവിടെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ് ആണ്, ഇവിടെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ് ആണ്, ഇവിടെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ് ആണ്, ഇവിടെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്യുവലിന്റെ വേരിയബിൾസ് y1, y2, y3, y4 എല്ലാം ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ വേരിയബിൾ ആയിരിക്കും. ഞാനത് ഒരു കളർ കോഡ് ചെയ്തതിനകത്ത് ഇടാൻ കാണാൻ സെക്കൻഡ്. കളർ ഓറഞ്ച് കാണാമെന്ന് എനിക്കറിയണം. അപ്പൊ പ്രൈമലിന്റെ കൺസ്ട്രെയിൻസ് ഇവിടെ എല്ലാം ഞാൻ ഈ 3 മാത്രം എടുത്തു. പ്രൈമലിന്റെ കൺസ്ട്രെയിൻസ് ഓറഞ്ച് കളർ കാണാവോ? ആരെങ്കിലും അത് പറയാവോ? കാണാം. ഓക്കെ, ഓറഞ്ച് കളർ പ്രൈമലിന്റെ ലെസ് ദാൻ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് ഡ്യുവലിന്റെ ഗ്രേറ്റർ ദാൻ വേരിയബിൾ. ഗ്രേറ്റർ ദാൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇവിടുത്തെ ഗ്രേറ്റർ ദാൻ y1, y2, y3, y4 ആണ് വേരിയബിൾ. അത് ഗ്രേറ്റർ ദാൻ വേരിയബിൾ ആണ്. ഇനി പ്രൈമലിന്റെ ഗ്രേറ്റർ ദാൻ വേരിയബിൾ. പ്രൈമലിന്റെ ഗ്രേറ്റർ ദാൻ വേരിയബിൾ ഇത് കളർ കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ റോസ് കളറാണ്. പ്രൈമലിന്റെ ഗ്രേറ്റർ ദാൻ വേരിയബിൾ ഇതാ ഗ്രേറ്റർ ദാൻ 0. മൊത്തത്തിൽ വേണ്ട, ഗ്രേറ്റർ ദാൻ മാത്രം. പ്രൈമറിന്റെ ഗ്രേറ്റർ ദാൻ വേരിയബിൾസ് രണ്ടും എന്ന് പറയുന്നത് ഡ്യുവലിന്റെ എന്തായി മാറി? ഡ്യുവലിന്റെ ഗ്രേറ്റർ ദാൻ കൺസ്ട്രെയിൻസ് ആയി മാറി. ഓക്കെ, അപ്പം ബേസിക്കലി ഇത് നേരെ തിരിഞ്ഞു വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനനുസരിച്ച് ഇട്ടാൽ മതി. പക്ഷെ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തെല്ലാം ഗ്രേറ്റർ ദാൻ ഒക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റൂൾസ്. ഈ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ ഇതെല്ലാം ചെയ്തത്. അപ്പൊ ഈ റൂൾ അനുസരിച്ചാണ് പ്രൈമലും ഡ്യുവലും നമ്മൾ ചെയ്യുന്നത്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? മതി, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരും. ആ എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിനകത്ത് അറ്റൻഡൻസ് ഇടാം. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ചെയ്യാൻ പോലും കാണത്തില്ല. ഇന്നത്തെ ഈ പറയുന്ന 11 മണിക്ക് മുമ്പ് ചെയ്തു തീർക്കാൻ പറ്റേണ്ടതാണത്. ആർക്കെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ഓക്കെ, സോ നമുക്കിതൊന്ന് ഫോർമലൈസ് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ആ ലാസ്റ്റ് പ്രോബ്ലം കൂടെ തരാം. അപ്പോൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ് LPP-യിൽ. എവറി പ്രൈമൽ ഹാസ് എ കറസ്പോണ്ടിങ് ഡ്യുവൽ. ഇനി നമ്മൾ പറഞ്ഞിട്ടില്ല, അത് സിംപ്ലക്സ് ചെയ്യുമ്പോൾ കാണാം, ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഡ്യുവൽ ആൻഡ് പ്രൈമൽ ആർ ക്ലോസ്ലി റിലേറ്റഡ്. നമുക്ക് ടേബിളിൽ നിന്ന് തന്നെ പ്രൈമലിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വായിക്കാൻ അറിയാം. അതേ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ഡ്യുവലിന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് നമുക്ക് വായിക്കാം. ബേസിക്കലി ട്രാൻസ്പോസ് ആണ്, കോളവും റോയും ഇന്റർചേഞ്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിന്റെ സംഭവം. അതിന്റെ ഈ മെട്രിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് സിംപ്ലക്സ് ചെയ്യുമ്പോൾ പറയാം. ഞാൻ ഇതുവരെ മെട്രിക്സ് ഇന്റർപ്രിട്ടേഷൻസ് ഒന്നും സിംപ്ലക്സിൽ ചെയ്തിട്ടില്ല, ആവശ്യമാണെങ്കിൽ മാത്രം പറയാം. ഓക്കെ,
ഇനി പ്രൈമൽ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ LPP ആണ് പ്രൈമൽ. അത് മാക്സിമൈസേഷനോ മിനിമൈസേഷനോ ആവാം. നമ്മളിപ്പോൾ മാക്സിമൈസേഷന്റെ കേസാണ് കണ്ടത്. മിനിമൈസേഷന്റെ പ്രോബ്ലം ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തന്നെ ചെയ്യണം. ഇനി ഡ്യുവൽ എന്ന് പറയുന്നത് is another LPP constructed from primal where constraint become variable. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു, നേരെ തിരിയും. വേരിയബിൾസ് ബിക്കം കൺസ്ട്രെയിൻറ്റ്, മാക്സിമൈസേഷൻ ബിക്കംസ് മിനിമൈസേഷൻ, അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഇതാണ് പ്രൈമൽ. അപ്പൊ ഞാൻ ഈ നോട്ട് തരുന്നത് ചിലപ്പോൾ എ പാർട്ടിലെ ചോദ്യം ചോദിക്കും, അപ്പൊ നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വായിച്ചാൽ മതി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവിടെ സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. ഇത്ര ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രോബ്ലം ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഹോംവർക്ക് പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഞാൻ ജസ്റ്റ് എന്താണ്, ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് ഫൈനലി ഇതിനകത്തൊരു സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൺസ്ട്രക്ട് ദ ഡ്യുവൽ എന്ന് പറയുന്ന ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം. അപ്പൊ മിനിമൈസേഷൻ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ചെയ്യുക. ഇത് ചെയ്യാൻ 5 മിനിറ്റ് മതി. മിനിമൈസേഷന് സമയം എടുത്തോ, കുഴപ്പമില്ല. 10:47 ആയില്ലേ, 11:05 വരെ അല്ലേ സമയം. ഓക്കെ, അപ്പോ അത് ചെയ്യുക. എന്നിട്ട് ഈ പ്രോബ്ലം, ഇത് ചെറിയ കുഞ്ഞു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താലും മതി. ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ, തീരുന്ന സമയത്തിനുള്ളത്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷനും ഇതിനകത്തുണ്ട്. കോപ്പി അടിക്കരുത്, തന്നെ ചെയ്ത് നോക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ റൂൾസ് എല്ലാം അതേപോലെ ചെയ്യുക. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഇവിടെ ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. ഇവിടെ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഡിഫോൾട്ട് സ്റ്റാൻഡേർഡ് സാധനം ഒട്ടിലുള്ളത്. പക്ഷെ ഇവിടെ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. നിർബന്ധമില്ല കേട്ടോ, നേരത്തെ റൂൾ അനുസരിച്ച് അങ്ങ് മാറ്റിയാൽ മതി. പക്ഷെ അത് ആലോചിക്കാൻ ഉള്ള എന്താണ്, നമുക്ക് മെനക്കെടാൻ വയ്യെങ്കിൽ ഇതെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് നോർമലി അങ്ങ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മൊത്തം ഇത് -1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് പറ്റും, ഇത് മൈനസ് ആയി മാറും, ഇത് പ്ലസ് ആയി മാറും, ഇത് പ്ലസ് ആയി മാറും, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും, ഇവിടെ -10 ആയി മാറും. അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ. അങ്ങനെ ഇത് പ്രൈമലി ഞാനൊന്ന് റീഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് നേരെ ഗ്രേറ്റർ ദാൻ ആക്കി മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ പോലെ എഴുതിയാൽ മതി. ഇപ്പൊ ഒരു സാധനം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാത്രം ഞാൻ പറയാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഇവിടെ y1 y2 y3 y4 y5 എന്ന് എഴുതുക. എന്നിട്ട് 7y1 + 4y2 - 10y3 എന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നീട്ടി അങ്ങ് എഴുതിയാൽ മതി. മിനിമൈസ് ഡബ്ല്യൂ. സബ്ജക്ട് ടു ആദ്യത്തെ കോളം എടുക്കുക. ഇവിടെ y1 y2 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവല്ലോ. y1 3y1 6y2 7 - 7y3 എന്ന് പറഞ്ഞ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കിത് 0 കിട്ടും. രണ്ടാമത്തെ കോളം എടുക്കുക. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഇതുപോലെ y1 y2 × y3 - 2y4 എന്ന് പറഞ്ഞത് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വരും ആ കോളത്തിൽ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്ന് എഴുതുക. എന്നിട്ട് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത്രേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇത് എഴുതി കഴിയുമ്പോൾ ഇത് സാധനം ടെസ്റ്റ് ഡോസ് ഇത് ഉത്തരം ഹീരാൻ ഗുപ്തയിലുണ്ട്. അപ്പൊ ഇത് ചെയ്യുക. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇവിടെ തന്നെ കാണാം 10:49 വരെ. ഇനി നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടി ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ ക്യാൻ സ്റ്റേ ബാക്ക്. ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാം അല്ലേ, 10:55. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും വർക്ക് ചെയ്യുക. ശരി.
സാർ സാർ പ്രൈമൽ മിനിമം വരുമ്പം ഡുവല് മാക്സിമം വരത്തില്ലേ? ഒന്നും കേൾക്കാൻ വയ്യ സാർ. സാർ കേൾക്കാൻ വയ്യ. സോറി, ഞാൻ മ്യൂട്ടിലായിരുന്നല്ലേ. പ്രൈമൽ ഡ്യൂൽ ആണെങ്കിൽ മറ്റേത് മാക്സിമം തന്നെയാണ്. വെരി ഗുഡ് സ്പോട്ടഡ്. അപ്പം ഞാനിത് കറക്റ്റ് ചെയ്ത വർഷം എന്തായാലും PDF അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇടാം. ഓക്കെ, ഫൈനൽ സാധനം അവസാനത്തെ എൻ്റെ സൊല്യൂഷനും കൂടി ഇട്ടിട്ട് ഞാൻ അത് അവസാനം ഷെയർ ചെയ്യാം. ഞാനിത് അപ്ലോഡ് ചെയ്യാനുള്ള സാധനം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എന്താണ് ET ലാബിൽ. അത് ഞാൻ ഇപ്പം ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ ഇടാം. അപ്പം നിങ്ങൾ സമയം പോലെ ഇട്ടാൽ മതി. ഞാൻ വൈകുന്നേരം വരെ സമയം ഇടാം. അപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞോ എപ്പോഴെങ്കിലും ഉച്ചകഴിഞ്ഞ് നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടല്ലേ, ആ അതായിരിക്കും നല്ലത്. വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? രണ്ടും ചെയ്തോ ക്വസ്റ്റ്യൻ? സാർ ഇപ്പൊ നമ്മൾ ഏതാ ചെയ്യേണ്ടത്? ആ രണ്ടാമതായി മാക്സിമൈസേഷൻ മാത്രം ചെയ്യണോ അതോ ഇതും ചെയ്യണോ? അല്ലെങ്കിൽ രണ്ടും ചെയ്ത് നോക്കിക്കോളൂ. ഇത് രണ്ടും പ്രാക്ടീസ് പ്രോബ്ലംസ് തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രോബ്ലം കൂടെ തരും ഉച്ച കഴിഞ്ഞ്. അത് ആക്ച്വലി ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട പ്രോബ്ലംസ് തന്നെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തും കൂടെ ചെയ്തു. അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അറ്റൻഡൻസിന് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. ഞാനത് വാല്യൂ ചെയ്തില്ല. 0 മാർക്ക് സാധനമാണ്. വർക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ആർക്കെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു അസൈൻമെന്റ് ആയിട്ട് ഇടാം. 0 മാർക്ക് അസൈൻമെന്റ്. Select title assignment. Upload maximum mark 0. സ്റ്റിൽ ഞാൻ കോളിലുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാ എൻ്റെ ഇടയ്ക്ക് വരുന്നു? ഓക്കെ, അല്ല അസൈൻമെന്റ് നെയിം വേണമെന്നില്ല. ഞാൻ ഒരു അസൈൻമെന്റ് ഡ്യുവൽ ഓക്കെ, ഇഷ്യൂഡ് ഓൺ ഡേറ്റ് 8 മണി. ഓക്കെ, ഡൺ. ഓക്കെ, അത് രണ്ടും ചെയ്തോളൂ കേട്ടോ. അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മതി. തന്നെ ചെയ്യുന്നത് ഇടണേ. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇവിടെ ഉണ്ട്.
അപ്പൊ വേറെ ഫർദർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ലീവ് ചെയ്യാം. ബാക്കി നമുക്ക് ഉച്ചയ്ക്ക് 2:00 2:10 ക്ലാസിന്റെ ടൈം. 2:10 സെയിം ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും ബൈ. ബാക്കി അവിടെ എന്തെങ്കിലും ഡൗട്ട്